ഈ മൂവി തീർന്നപ്പോഴത്തേക്ക് എല്ലാവരും അലച്ച് കൂവി, എവ്രി വൺ വാസ് ജസ്റ്റ് ക്ലാപ്പിംഗ്. ഇറ്റ് വാസ് എ റിയലി റിയലി ഗുഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പുതിയ ഇംഗ്ലീഷ് മൂവിയാണ് സിന്നേഴ്സ്. ഈ മൂവി ഞാൻ ഇപ്പം ജസ്റ്റ് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയതേ ഉള്ളൂ. അടിപൊളി മൂവിയായിരുന്നു. നോട്ട് ജസ്റ്റ് ഫോർ മീ ബട്ട് ഫോർ എവ്രി വൺ ഇൻ ദ സിനിമ തിയേറ്റർ. ഈ മൂവി തീർന്നപ്പോഴത്തേക്ക് എല്ലാവരും അലച്ച് കൂവി, എവ്രി വൺ വാസ് ജസ്റ്റ് ക്ലാപ്പിംഗ്. ഇറ്റ് വാസ് എ റിയലി റിയലി ഗുഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അത് എന്താണെന്ന് വെച്ചാൽ ഐ വിൽ ടെൽ യു വൺ ബൈ വൺ. സോ ഈ മൂവിയുടെ ജോണർ ഒരു വാമ്പയർ ബേസ്ഡ് ഹൊറർ എന്ന് എനിക്ക് പറയാൻ മനസ്സില്ല, കാരണം പ്രേതവും ഭൂതവും ഉള്ള ഹൊററൊന്നുമല്ല. ഇന്ന് വെച്ചാൽ വാമ്പയർ ബേസ്ഡ് ഒരു ആക്ഷൻ ത്രില്ലറാണെന്ന് പറയാം. ഡയറക്റ്റഡ് ബൈ റയൻ കൂഗ്ലർ. പുള്ളിക്കാരനാണ് 2 ബ്ലാക്ക് പാന്തർ ഫിലിംസും ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, ക്രീഡ് മൂവീസ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. In every movie of his, he always brings in Michael B. Jordan. So similarly, ഈ മൂവിക്കകത്തും ലീഡ് ആക്ടർ മൈക്കിൾ ബി ജോർഡൻ ആണ്. നോട്ട് ജസ്റ്റ് വൺ മൈക്കിൾ ബി ജോർഡൻ, ബട്ട് യു ഗെറ്റ് 2 മൈക്കിൾ ബി ജോർഡൻസ് ബിക്കോസ് ഹീസ് പ്ലേയിങ് ദ റോൾ ഓഫ് എ ട്വിൻ. അപ്പം ഇവർ രണ്ടുപേരുണ്ട്. ആൻഡ് മൂവി സെറ്റ് ചെയ്തേക്കുന്നത് 1930s അമേരിക്കയിലാണ്. അപ്പം ആ കാലഘട്ടത്തെ, ഇതൊരു പീരിയഡ് മൂവിയാണ്. ആ കാലഘട്ടത്തിലോട്ട് നമ്മളെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്തേക്കുവാണ്. ദി ഓവറോൾ സെറ്റ് ഡിസൈൻ, ദ പ്രൊഡക്ഷൻ ഡിസൈൻ, ദ സിനിമാറ്റോഗ്രാഫി, ബ്യൂട്ടിഫുൾ. The fact that we were able to experience America in the 1930s in such a good manner, I mean, hats off to the overall production design, set design team. Really good work. The visuals, the overall, നമ്മൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ, ആ കാലഘട്ടത്തെ മാർക്കറ്റ്സും ആ കാലഘട്ടത്തെ അഗ്രികൾച്ചറും ആ കാലത്തെ ആൾക്കാരും വണ്ടിയും ഇതെല്ലാം കൂടെ ബ്യൂട്ടിഫുള്ളിയാണ് ഇവർ ക്യാപ്ചർ ചെയ്തേക്കുന്നത്, വിച്ച് ആഡ്സ് ടു ദി ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഇത് ഫസ്റ്റ് പോസിറ്റീവ്. സെക്കൻഡ് പോസിറ്റീവ്, മൂവിയുടെ സ്റ്റോറി എന്ന് വെച്ചാൽ സിമ്പിളാണ്. 2 ബ്രദേഴ്സ്, ട്വിൻ ബ്രദേഴ്സാണ്. ഇവർ ഷിക്കാഗോയിൽ നിന്ന് തിരിച്ച് ഇവരുടെ ഓൺ ഹോം ടൗണിലേക്ക് വരുവാണ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി, സോ ദേ വോണ്ട് ടു ഓപ്പൺ മ്യൂസിക് ബേസ്ഡ് ബാർ ഓർ പബ്. അപ്പം ഫുൾ സ്റ്റോറി ഒരു ദിവസത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ സ്റ്റോറിയാണ്. ഇവർ ഇവരെങ്ങനെ ആ ഗോഡൗൺ മേടിക്കുന്നു, ആ ദിവസം തന്നെ ഇവരുടെ ഫ്രണ്ട്സിനെയും കൂട്ടി എല്ലാം കൂടി ഇവർ സെറ്റ് ചെയ്യുന്നു, വൈറ്റ് ഈ ബാറ് പബ്ബ് ഓപ്പൺ ആകുന്നു. എന്നിട്ട് പിന്നെ നടക്കുന്ന സംഭവങ്ങൾ വാമ്പയർ ബേസ്ഡ് സംഭവമാണ്. എങ്ങനെ വാമ്പയർസ് വരുന്നു, എവിടെ നിന്നാണ് അവർ വന്നത്, എങ്ങനെ അവരെ ഫൈറ്റ് ചെയ്യുന്നു, വെദർ ദേ ആർ ഏബിൾ ടു വിൻ ഓർ നോട്ട്. സോ ദാറ്റ് ഈസ് ദ ഹോൾ സ്റ്റോറി. ആൻഡ് combined with the period, sort of ആ കാലഘട്ടത്തെ ഓവറോൾ എക്സ്പോഷറും ആ കാലഘട്ടത്തെ സെറ്റപ്പും, ഇറ്റ് വാസ് എ റിയലി ഗുഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. Third and the best positive about this film, guys, is the music. Music has to play a very important role in this movie because when you see the film, you'll understand music is the core of the story. എന്താ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. യു ഹാവ് ടു വാച്ച് ഇറ്റ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. പക്ഷെങ്കിൽ ദ മ്യൂസിക് ഇൻ ദിസ് ഫിലിം കമ്പോസ്ഡ് ബൈ ലുഡ്വിഗ് ഗൊറാൻസൺ. ഹീ ഈസ് ദ വൺ ഹൂസ് കമ്പോസ്ഡ് ടെനറ്റ് ഇൻ ദ മ്യൂസിക്, ഓപ്പൻഹൈമറിൻ്റെ മ്യൂസിക്, 2 ബ്ലാക്ക് പാന്തർ മൂവീസിൻ്റെ മ്യൂസിക്. സൂപ്പർബ് മ്യൂസിക് ആണ്. ദി ഓവറോൾ സൗണ്ട് ട്രാക്ക് പ്ലസ് ദ കോമ്പിനേഷൻ വിത്ത് ആ സൗണ്ട് ട്രാക്ക് എന്ന് വെച്ചാൽ ബ്ലൂസ് മ്യൂസിക്കാണ്. Made famous by African Americans. Our blues music in the soundtrack, combined with modern day orchestra and hip hop beats, and it was just beautiful. Our Dolby theater speakers in avudunu ee music inde എന്താ അടിപൊളി മ്യൂസിക്കാണ്, കപ്പിൾഡ് വിത്ത് വാട്ട് വി ആർ സീയിങ് ഓൺ സ്ക്രീൻ. ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രാഫി, ദി ഓവറോൾ ആക്ഷൻ, വാമ്പയർ സീക്വൻസസ് ഒക്കെ വരുന്ന ആക്ഷൻ എല്ലാം കൂടെ നല്ല അടിപൊളിയാണ്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ എല്ലാവരും നല്ല അലച്ച് എല്ലാവരും കൈ അടിച്ച്. ഇറ്റ് വാസ് എ റിയലി റിയലി ഗുഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സോ ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് സിന്നേഴ്സ്. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ? ഡെഫിനറ്റ്ലി കാണണം. ഗോ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ തിയേറ്റേഴ്സ്. ഇറ്റ് ഈസ് എ പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഷോട്ട് ഓൺ IMAX camera, so if you can go experience it in IMAX, but it is a must theater watch, guys. It is a really good film, really good story, really good overall cinematic experience aanu. So that is my review of Sinners. Do check it out in the theaters. I will be back with another video, another review. Till then, take care. Goodbye.